ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ വർഷമെങ്കിലും നന്നാവോ? നിങ്ങളോടല്ല കേട്ടോ, ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാ. അതിന് ഞാൻ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി നോക്കിയാലോ? എന്താണ് വിഷൻ ബോർഡെന്നല്ലേ? വാ പറയാന്നേ. എന്നെപ്പോലെ എല്ലാ വർഷവും ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വർഷം അവസാനം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു സാധനമാണ് ഈ വിഷൻ ബോർഡ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വന്നാലോ? നമ്മൾ എല്ലാ വർഷം തുടങ്ങുമ്പോഴും ഓരോ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലേ? എല്ലാവരും എടുക്കാറുണ്ട്, ഞാനും എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വർഷം ഈ 2025 ഞാൻ ഇന്നതൊക്കെ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഇന്നതൊക്കെ എനിക്ക് നേടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബോർഡിനകത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വെക്കുന്നതിനാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഈ 2025 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള എന്ത് കാര്യമായിരുന്നാലും നമുക്ക് ഇതിനകത്ത് എഴുതാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിൻട്രസ്റ്റ് എടുത്ത് അതിനകത്ത് നമ്മൾ ഈ എഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ആപ്റ്റായ രീതിയിലുള്ള കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതിയിട്ടുള്ള ഗോൾസിന് ആപ്റ്റായിട്ടുള്ള ഇമേജസ് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കണേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആ ഹോബി ക്ലേ ആർട്ട് ആണെങ്കിൽ ക്ലേ ആർട്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിനകത്ത് ഒരുപാട് ഇമേജസ് വരും. അതിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളതിന് ഏതാണോ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഇമേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ എത്ര കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ച് എല്ലാം ആപ്റ്റായ രീതിയിലുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണേ. പിന്നെ ഈ പിൻട്രസ്റ്റിനകത്ത് തന്നെ വിഷൻ ബോർഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വിഷൻ ബോർഡ്സിൻ്റെ മോഡൽസ് കാണാൻ പറ്റുമേ. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. പിന്നെ പിക്ചേഴ്സ് മാത്രമല്ല, കുറച്ച് പോസിറ്റീവ് കോഡ്സ് കൂടി പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് വിഷൻ ബോർഡിൽ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയറും ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വിഷൻ ബോർഡ് ചെയ്യണമെങ്കിൽ ക്യാൻവ ആപ്പിനകത്ത് വിഷൻ ബോർഡ് 2025 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ് വരും. അതിനകത്ത് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷൻ ബോർഡ് റെഡിയായി കിട്ടുമേ. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച എല്ലാ ഇമേജസും നമ്മൾ ഇതുപോലെ ഒരു A4 ഷീറ്റിനകത്താക്കി നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്ത് പുതിയ ഹോബി തുടങ്ങണം, ക്ലേ ആർട്ട് ചെയ്യണം, പഞ്ച് നീഡ്ലിംഗ് ചെയ്ത് പഠിക്കണം. പിന്നെ ഞാൻ ക്രോഷേ പാതി വഴിയിലാക്കി നിർത്തി, അപ്പോൾ അത് ഒന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, കാലിഗ്രഫി ചെയ്യണം. പിന്നെ എൻ്റെ ഡെയിലി പ്രേയേഴ്സ് ഒന്നുകൂടെ കറക്റ്റ് ആക്കണം. കൂടുതൽ ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പോലെ തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ വിഷൻ ബോർഡ്. എനിക്ക് മെയിനായിട്ടും പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരാളുടെയും വിഷൻ ബോർഡ് നോക്കി നിങ്ങൾ നിങ്ങളുടെ വിഷൻസിനെ വിലയിരുത്താതിരിക്കുക. നിങ്ങൾ എൻ്റെ വിഷൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു മോഡൽ നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ വിഷൻസ് ഇത്ര വലുതാണ്, എൻ്റെ ചെറുതാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ നടത്താതിരിക്കുക. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരല്ലേ? അപ്പം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാമേ. അങ്ങനെ എല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഫോം ബോർഡിനകത്താണ് എല്ലാ പിക്ചേഴ്സും കൂടി ഇങ്ങനെ ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിലോ കാർഡ് ബോർഡിലോ എന്ത് കട്ടിയുള്ള പേപ്പറിലോ വേണോ നമുക്ക് ഒട്ടിക്കാമേ. ആദ്യം എല്ലാ പിക്ചറും ഏതാണ് ആദ്യം ഒട്ടിക്കുന്നതെന്നൊക്കെ ഞാനൊന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ആ ഫോം ബോർഡിൻ്റെ പുറത്ത് എങ്ങനെയാണ് വെക്കാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ഫുൾ ഒട്ടിക്കാൻ പോകുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് വെച്ച് നോക്കാം. ഞാൻ ഒരുപാട് വീഡിയോസിൽ നിന്ന് റെഫറൻസ് നോക്കിയിട്ടാണ് ഇങ്ങനൊരു വിഷൻ ബോർഡ് ചെയ്തെടുക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വിഷൻ ബോർഡ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ വിഷൻസൊക്കെ ഒരു പേപ്പറിലോ ഡയറിയിലോ ഒക്കെ എഴുതി വെച്ചിട്ട് ചെയ്യുമായിരുന്നെങ്കിലും ഇതുപോലൊരു വിഷൻ ബോർഡ് ഇത് ആദ്യമായിട്ടാണേ. എല്ലാം അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാനിങ്ങനെ താഴെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എനിക്കിഷ്ടമുള്ള പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്.
പക്ഷേ എല്ലാം ഒട്ടിച്ച് പകുതി എത്തിയപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എടുക്കുന്ന ബോർഡിൻ്റെയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെയോ ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്നതൊക്കെ ഉള്ളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ കോഡ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വേണോ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വിഷൻസ് ആണ്, അപ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിൽ നമുക്ക് എവിടെ വേണോ എന്ത് വേണോ ഒട്ടിക്കാം. പിന്നെ ഈ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മൾ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വയ്ക്കാം. നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അവിടെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ന്യൂ ഇയർ ആയില്ലേ, ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ആട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ എവിടെയാണോ റീഫ്രഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.